ഞാൻ കഴിഞ്ഞ ആഴ്ച അബുദാബിക്ക് ഒരു ജോലിക്കാര്യത്തിന് പോയല്ലോ. അത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെടുത്തേക്ക് ഇന്ന് എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പം വലിയ രീതിയിൽ എന്നെ സഹായിക്കാതെ ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ച് ഇടങ്ങറാക്കരുത്. 3 മാസം കൊണ്ട് നിങ്ങൾ എല്ലാരെ പൈസയും ഒരു ഉറപ്പില്ലാതെ ഞാൻ തന്ന് വീട്ടിക്കോളാം. എന്തത്ര ഉറപ്പ്? അന്ന് മധ്യസ്ഥം പറഞ്ഞ ഹൈദർഖാനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹൈദർക്ക ജാമ്യം നിൽക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, ഞങ്ങൾക്കൊരു ഉറപ്പ് വേണ്ടേ? നിങ്ങൾ ഹൈദർക്കാക്കൊന്ന് വിളിക്കും. അത് ഞാൻ ഏറ്റതാണ്. അക്കാര്യത്തിൽ നിൽക്കാതെ 100% വിശ്വസിക്കാം. നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഹൈദർക്ക. അന്ന് നിങ്ങൾ ആ പണിക്ക് വിട്ടുകൊണ്ടാണ്. അല്ല, ഞാനതിനൊരു നിമിത്തമായിന്നേ ഉള്ളൂ. തീരുമാനങ്ങളൊക്കെ പഠിച്ചവന്റെ അല്ലേ. നന്ദി വരേണ്ടത് പഠിച്ചവനോടാണ്. എന്നപ്പോ സൂപ്പർ മാർക്കറ്റ് ഓപ്പണിംഗ് ഉദ്ദേശിക്കണേ? കുറച്ച് വർക്ക് കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ പിന്നെ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് അടുത്ത മാസം തന്നെ ഉദ്ഘാടനം നടത്തണം. പിന്നെ എന്നോട് ഞാൻ വരാൻ പറഞ്ഞതേ ഇതിന്റെ ഒരു പാർട്ണർ കൂടി പരിചയപ്പെടുത്താനാണ്. ഇതിന്റെ ചെറിയൊരു പാർട്ണർഷിപ്പ് ഞാൻ വേറെ ആൾക്ക് കൊടുത്തിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കിപ്പോ എപ്പോഴും ഇവിടെ ഒന്നും ഇങ്ങനെ നിൽക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഒരു പാർട്ണർ കൂടി ഉണ്ടെങ്കിൽ കുറച്ച് ഉത്തരവാദിത്തം ഓനെ ഏൽപ്പിക്കാമല്ലോ. പിന്നെ ഇപ്പൊ ജുല്ലേ എന്റെ കാര്യം ഞാൻ ഓനോട് സൂചിപ്പിച്ചിരുന്നു. നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. ഓനെത്തി. എപ്പോഴിങ്ങനെ എടുക്ക പറയാതൊരു പോക്കാണ് പോയത്? മുസ്തഫ, എല്ലാവർക്കും ഞാൻ എന്നെ ചതിച്ച കഥ അറിയുള്ളൂ. ഇന്നെ ചതിച്ചൊരു കഥ ഉണ്ട്. അതാരും എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. നമ്മൾ രണ്ടാളും കൂടി തുടങ്ങിയ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ എൻ്റെ ഷെയർ തിരിച്ചെന്നിട്ട് പകരം പുതിയൊരു പാർട്ണറെ ചേർത്ത് ആ കട ഞാൻ ഓനെ ഏൽപ്പിച്ചിട്ട് ഞാൻ വേറൊരു കടയും കൂടി തുടങ്ങി. എനിക്ക് ലക്ഷക്കണക്കിന് ദിർഹംസിന്റെ കടബാധ്യത വരുത്തി വെച്ചിട്ട് ആ കടയും പൂട്ടിച്ച് ഇന്നെ നീ അവസ്ഥയിലാക്കിയത് ആ പാർട്ണറാണ്. ഇന്ന് എൻ്റെ ഒപ്പം പാർട്ണർഷിപ്പ് കൂടാൻ വന്ന ആ കുഞ്ഞാവ. എനിക്ക് വന്ന ഈ ഗതി നാളെ എനിക്ക് വരരുത്. എന്റെ അവസ്ഥ ഒക്കെ അറിഞ്ഞിട്ടും എന്നെ ചേർത്ത് പിടിക്കാൻ ഈ കാണിച്ച എന്റെ മനസ്സുണ്ടല്ലോ, അത് നാളെ തകരരുത്. അതുകൊണ്ട് ഈ പാർട്ണർഷിപ്പ് ബന്ധം ഒഴിയണം. കുറച്ച് കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ചിലത് പറയാതിരിക്കാൻ വയ്യ. എന്റെ കച്ചവടത്തിന് ഹക്കല്ലാത്ത ഒരു ഉറപ്പിൻ ചേരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇജ് പാർട്ണർഷിപ്പിനെ തന്ന പൈസ ജാഫറിനെ പറ്റിച്ചുണ്ടാക്കിയതാണെങ്കിൽ എനിക്കിതിൽ താല്പര്യമില്ല. അത് ഓന്റെ ഹക്കാണ്. ഇന്റെ അടുത്തും തെറ്റ് പറ്റിയിട്ടുണ്ട്. പൈസ ഉണ്ടാക്കുന്ന തിരക്കിലേ ഹക്കും പാത്തിലൊന്നും എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കാരണം ഓനുണ്ടായ കടങ്ങള് അത് എത്രയാണെങ്കിലും 2-3 മാസം കൊണ്ട് ഞാൻ കൊടുത്തു വീട്ടിക്കൊണ്ട്. അൽഹംദുലില്ലാ, പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ മാത്രമല്ല ബന്ധങ്ങളിലും നിലനിൽക്കട്ടെ.